A very fine morning one and all. So ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5th ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് 2019 സ്കീമിലെ നിങ്ങളുടെ സിലബസിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. ആൻഡ് ടുഡേ വി വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ലെറ്റ്സ് സീ വാട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ്. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്വിങ് ആൻഡ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, ആൻഡ് ഫൈനലി ഹിയർ ഇറ്റ് ഈസ് ഒരു സർക്കുലാർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നൊരു പാർട്ടിക്കിൾ. സോ ഇതെല്ലാം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിളാണ്. സോ ആദ്യം നമ്മൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പഠിക്കാം. ഓക്കെ, ആൻഡ് ദെൻ വി വിൽ സീ ഈച്ച് എക്സാമ്പിൾസ്. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. ഇതാണ് ഫസ്റ്റ് കാര്യം. അതായത് ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ, ദാറ്റ് ഈസ് ഇറ്റ് റിപ്പീറ്റ്സ് ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, and again for a periodic motion to be simple harmonic motion. Okay, simple harmonic motion നമ്മൾ SHM അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പീരിയോഡിക് മോഷൻ ടു ബി സിമ്പിൾ ഹാർമോണിക് മോഷൻ വാട്ട് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ടു കണ്ടീഷൻസ്. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ദേ ആർ, ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ. ദ ആക്സിലറേഷൻ ഓഫ് ദി ബോഡി ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. അതായത് മെയിൻ പൊസിഷനിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം അതിൻ്റെ ആക്സിലറേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഇസ് ദ ആക്സിലറേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ. ഓക്കെ, ആക്സിലറേഷൻ എപ്പോഴും മെയിൻ പൊസിഷനിലേക്കായിരിക്കണം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ വി വിൽ സീ വാട്ട് ദിസ് ടു കണ്ടീഷൻസ്, എന്താണ് ഈ കണ്ടീഷൻസ് മീൻ ചെയ്യുന്നതെന്ന് നമുക്കിനി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ഈ സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇതിൻ്റെ മെയിൻ പൊസിഷൻ. ഓക്കെ, ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിൻ പൊസിഷൻ. സോ വി മാർക്ക് ദിസ് ആസ് ദി മെയിൻ പൊസിഷൻ. ഓക്കെ, മെയിൻ പൊസിഷൻ. അതുപോലെ തന്നെ ഇത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ. ഇതായിരിക്കും എക്സ്ട്രീം പൊസിഷൻ. Clear അല്ലേ? So this is the mean position and this is the extreme position. So now let's see എങ്ങനെയാണ് ഇതിൽ വെലോസിറ്റി. സോ നിങ്ങളിപ്പോൾ ഒരു സ്വിങ് കൺസിഡർ ചെയ്താലോ അല്ലെങ്കിൽ ഒരു പെൻഡുലം കൺസിഡർ ചെയ്താലോ ഇതിൻ്റെ വെലോസിറ്റി ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം അല്ല ഈ ഒരു പൊസിഷനിൽ നിന്നായിരിക്കും ഇറ്റ് വിൽ ബി മൂവിങ് ബാക്ക്വേർഡ്. അതായത് അതിൻ്റെ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് മെയിൻ പൊസിഷൻ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പെൻഡുലത്തിന് ഇങ്ങനെ ഓക്കെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ റീച്ചിങ് എ പോയിൻറ്റ് ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ഓർ ഇറ്റ്സ് മെയിൻ പൊസിഷൻ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അതുപോലെ തന്നെ തിരിച്ച് ഇറ്റ് വിൽ റിവേർട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ ഓസിലേഷൻ. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ, ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു പൊസിഷനിലായിരിക്കുമ്പോൾ വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി? ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി വിൽ ബി 0 അല്ലേ? ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതുപോലെ ഇത് മെയിൻ പൊസിഷനിലേക്ക് വരാൻ നേരത്ത് ഹിയർ ഇറ്റ് വിൽ ഹാവ് ദി മാക്സിമം വെലോസിറ്റി. ഓക്കെ, ഹിയർ ഇറ്റ് വിൽ ഹാവ് ദി മാക്സിമം വെലോസിറ്റി. ക്ലിയർ അല്ലേ? നിങ്ങളിപ്പോൾ ഒരു സ്വിങ്ങിലാണെങ്കിലും എങ്ങനെയായിരിക്കും ഏറ്റവും അതിൻ്റെ ഈ നമ്മളിപ്പോൾ സ്വിങ് ആണെങ്കിലും സ്വിങ് ബാക്കിലേക്ക് എടുക്കും അല്ലേ? സോ ഇവിടെ നിന്ന് ഇത് റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും വന്നിട്ട് നമ്മൾ ഇത് റിലീസ് ചെയ്യുന്നത്. സോ ഈ ഒരു പൊസിഷൻ വെലോസിറ്റി വിൽ ബി 0 ഹിയർ. ഓക്കെ, ആൻഡ് ഹിയർ ദി വെലോസിറ്റി വിൽ ബി മാക്സിമം. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, വെലോസിറ്റി മിനിമം ആൻഡ് മാക്സിമം എന്ന് വെച്ചാൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി, ദാറ്റ് ഈസ് ദർ ഇസ് എൻ ആക്സിലറേഷൻ. സോ ഈ പോയിന്റിൽ ഒരു ആക്സിലറേഷൻ സംഭവിക്കും. സോ ഹിയർ വെലോസിറ്റി ഈസ് 0, ഹിയർ വെലോസിറ്റി ഈസ് maximum. So when the body moves from this position to this position it is accelerating. So it is accelerating towards the main position. Okay, അതായിരുന്നു നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. സോ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ അല്ലേ? ഇതാണ് ആക്സിലറേറ്റിംഗ് അല്ലേ? ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെയിൻ പൊസിഷനിലേക്കായിരിക്കും. അതുപോലെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി മെയിൻ പൊസിഷൻ. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും ഈ ഒരു പോയിന്റിൽ വെലോസിറ്റി 0.
വെലോസിറ്റി 0 എന്ന്, അതായത് ഇനിഷ്യൽ റെസ്റ്റ് പൊസിഷനിൽ നിന്ന് പെട്ടെന്നായിരിക്കും ഇതിനൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഹാവിങ്, ഓക്കെ, ഈ ഒരു കേസിൽ ഇവിടെ ആയിരിക്കും ഇറ്റ് വിൽ ബി ഹാവിങ് ആക്സിലറേഷൻ, മാക്സിമം ആക്സിലറേഷൻ ഇവിടെ ആയിരിക്കും, എക്സ്ട്രീം പൊസിഷനിലായിരിക്കും. അതായത് മീൻ പൊസിഷനിൽ നിന്ന് ഓക്കെ എത്രത്തോളം എക്സ്ട്രീം ആകുന്നോ, സോ ഇവിടെ ആയിരിക്കും മാക്സിമം ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി മീൻ പൊസിഷൻ. ഡിസ്റ്റൻസ് കൂടും തോറും ആക്സിലറേഷൻ വിൽ ബി മാക്സിമം. സോ we have the maximum acceleration, okay, maximum acceleration at the extreme position and velocity is 0 here. അതുപോലെ തന്നെ വെലോസിറ്റി മാക്സിമം എവിടെയായിരിക്കും? മീൻ പൊസിഷനിലായിരിക്കും. ക്ലിയർ അല്ലേ രണ്ട് കേസസും? സോ അപ്പം നമ്മൾ രണ്ട് കണ്ടീഷൻസും കണ്ടു. ഇനി ഈ രണ്ട് കണ്ടീഷൻസ് അപ്പോൾ എന്തൊക്കെയായിരുന്നു? 2 general conditions. The acceleration of the body is proportional to the distance, അല്ലേ? നമ്മൾ പറഞ്ഞു A proportional to X, അതായത് A മാക്സിമം എക്സ്ട്രീം പൊസിഷനിലായിരിക്കും മാക്സിമം ആക്സിലറേഷൻ. സോ ഡിസ്റ്റൻസ് കൂടുന്നത് അനുസരിച്ച് ആക്സിലറേഷനും ഇൻക്രീസ് ചെയ്യും. സോ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. മീൻ പൊസിഷനിലേക്കായിരിക്കണം ആക്സിലറേഷൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് വെലോസിറ്റി എക്സ്ട്രീം പൊസിഷനിൽ എന്താണ് വെലോസിറ്റി? ഇവിടെ വെലോസിറ്റി 0 ആണ് അല്ലേ? ഇവിടെ മാക്സിമം വെലോസിറ്റി. സോ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകും. അതായത് ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? മീൻ പൊസിഷനിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? Now next we will see the equation of simple harmonic motion. സോ ഇക്വേഷൻസിൽ നമ്മൾ ഫസ്റ്റ് കുറച്ച് ടേംസ് പഠിക്കാം. ഫസ്റ്റ് ടേം ആംപ്ലിറ്റ്യൂഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം ദി മീൻ പൊസിഷൻ. അതായത് ഇതാണ് മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതായത് എക്സ്ട്രീം പൊസിഷനും മീൻ പൊസിഷനും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. സോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീം ആൻഡ് ദി മെയിൻ പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് പീരീഡ്. സോ പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഓക്കെ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം, അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം. സോ ഇവിടെ നമ്മൾ പറയാൻ നേരത്തെ എങ്ങനെയാണ് ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? അല്ലേ, ഇതാണ് ഒരു സൈക്കിൾ. ദിസ് ഈസ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. സോ ഇതുപോലെ ഒരു കംപ്ലീറ്റ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് എന്ത്? പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ്. സോ ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ് ഇത്. ഓക്കെ, സോ ഹൗ വിൽ വി ഗെറ്റ് ദിസ് ഇക്വേഷൻ? ആ ഇക്വേഷൻ കിട്ടാനായിട്ട് വി നോ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഒമേഗ ഇൻറ്റു ടൈം. സോ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇനി നമുക്കറിയാം വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എത്രയാണ്? ഇറ്റ് വിൽ മൂവ് എ ഡിസ്റ്റൻസ് ഓഫ് 2π അല്ലേ? 2π ആണ് വൺ ഓസിലേഷൻ. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് വെച്ചാൽ 2π ആണ്. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π, ദറ്റ് ഈസ് 360 ഡിഗ്രീസ് ആണ്. സോ വി നോ തീറ്റ ഈസ് ഈക്വൽ ടു 2π. തീറ്റ 2π ആണ്. സോ വി ക്യാൻ റൈറ്റ് 2π ഈസ് ഈക്വൽ ടു, സോ ഇവിടെ നമുക്ക് എന്തെഴുതാം? 2π ഈസ് ഈക്വൽ ടു ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്താണ് ടി? എന്താണ് ടിയുടെ ഇക്വേഷൻ? 2π ബൈ ഒമേഗ. ഓക്കെ, സോ ദറ്റ് ഈസ് ഹൗ വി ഗെറ്റിംഗ് ദിസ് ഇക്വേഷൻ, 2π ബൈ ഒമേഗ. സോ നെക്സ്റ്റ് ഇസ് ഓസിലേഷൻ. സോ ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് എ പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ അലോങ് ദി ഡയമീറ്റർ. ഓക്കെ, അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ, അതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു, അതുപോലെ തിരിച്ചിങ്ങോട്ട് മൂവ് ചെയ്തു. സോ അതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്യുക, നമ്മളിവിടെ ഒരു സർക്കിൾ, ഒരു പാർട്ടിക്കിൾ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അലോങ് ദിസ് ഡയമീറ്റർ. ഈ ഡയമീറ്ററിന് അലോങ് ആയിട്ട് ഇത് മൂവ് ചെയ്യാണ്. ഓക്കെ, ഒരു സർക്കുലർ പാത്ത് ഈ സർക്കംഫറൻസിന് അലോങ് ആയിട്ട് മൂവ് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊജക്ഷൻസ് ആണ് നമ്മൾ എക്സിലും വൈ ആക്സിസിലും മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊസിഷൻ എ എന്നാണ്. ഓക്കെ, അത് നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യാൻ നേരത്തെ എങ്ങനെ വരും? ഈ ഒരു പൊസിഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക, അപ്പോൾ ഈ ഒരു പൊസിഷനാണ് കിട്ടുന്നത്. സോ ദിസ് പൊസിഷൻ വിൽ ബി ഇറ്റ്സ് എക്സ്ട്രീം പൊസിഷൻ. അതുപോലെ
അടുത്ത എ ഇന്ന് സിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ എ ഇന്ന് സിയിലേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് സിയിൽ എങ്ങനെയാണ് വരുന്നത്? ഈ പോയിന്റിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, സോ എ ഇന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരും. വി ക്യാൻ മാർക്ക് ഇറ്റ് ആസ് O. ആ ഒരു മീൻ പൊസിഷനിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്തത് സിന്ന് എങ്ങോട്ട് വരും? ബിയിലേക്ക് വരും. ഓക്കെ, സിന്ന് ബി. എയിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഫസ്റ്റ് എയിന്ന് സിയിലേക്ക് വന്നു, സിന്ന് നെക്സ്റ്റ് ബിയിലേക്ക്. സോ ബിയിലേക്ക് എത്താൻ നേരത്ത് എവിടെ വരും? ഇതിന് പ്രൊജക്റ്റ് ചെയ്താൽ ഇവിടെ കിട്ടും അല്ലേ? അതുപോലെ തന്നെ ഡിയിലേക്ക് വരാൻ നേരത്ത് തിരിച്ച് ഈ പോയിന്റിലേക്ക്. സോ നമുക്ക് ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുക. ഓക്കെ, സോ എയിലാണെങ്കിൽ ഇങ്ങനെ, സിയിലാണെങ്കിൽ ഇത്, ബിയിലാണെങ്കിൽ ഇവിടെ, ഡിയിലാണെങ്കിൽ ഈ പോയിന്റ്. സോ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ സിമിലറായിട്ട് നമുക്ക് വൈ ആക്സിസിലേക്കും പ്രൊജക്റ്റ് ചെയ്യാം. അതായത് എയിലാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, സിയിലാണെങ്കിൽ ഈ ഒരു പോയിന്റ്, ബിയിലാണെങ്കിൽ ഇനി ഈ ഒരു പോയിന്റ്, ഡിയിലാണെങ്കിൽ ഈ ഒരു പോയിന്റ്. സോ യു ക്യാൻ സീ ദാറ്റ് ഈ ഫസ്റ്റ് എക്സ് ആക്സിസിലാണെങ്കിൽ ഫസ്റ്റ് എയിലായിരിക്കും, പിന്നെ ഇത് ബിയിലേക്ക് പോവും, പിന്നെ ബിന്ന് തിരിച്ച് എയിലേക്ക് അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് സൈക്കിൾ അനാലിസിസ് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത് അങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുപോലെ വൈയിലാണെങ്കിലോ ആദ്യം ഇവിടെ നിന്ന് മേളിലോട്ട് പോകും, പിന്നെ ഇവിടെ നിന്ന് താഴേക്ക്, പിന്നെ ഈ ഒരു പോയിന്റ് മീൻ പൊസിഷനിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് പോകും, പിന്നെ ഈ ഒരു പൊസിഷനിൽ നിന്ന് തിരിച്ച് മേളിലേക്ക്. സോ ഇതിനെയാണ് നമ്മൾ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതെല്ലാം കൂടെ നമ്മളൊരു സിംഗിൾ ഫിഗറിലേക്ക് മാർക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഹിയർ യു ക്യാൻ സി എ ബി സി. ഓക്കെ, സോ എ സി ബിയിലേക്ക് വരാൻ നേരത്ത് എക്സ് ആക്സിസിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? എ സി ബി എന്ന് പറഞ്ഞാൽ ദിസ് വിൽ മൂവ് ഓസിലേറ്റ് ഫ്രം എ ടു ബി. ഓക്കെ, എന്ന് ബിയിലേക്ക് ഓസിലേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? സിമിലർലി നമ്മളിപ്പോൾ സിമിലറായിട്ടിപ്പോൾ ബിന്ന് എയിലേക്ക് മൂവ് ചെയ്യാൻ നേരത്തെ എങ്ങോട്ട് വരും? ഇപ്പോൾ ബിയിലാണ്, ബിന്ന് എയിലേക്ക്. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് വൺ കംപ്ലീറ്റ്. ഇതിനെയാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓസിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. സോ വൈ ആക്സിസിൽ എന്ന് പറയുമ്പോൾ എ സി ബി മൂവ് ചെയ്യാൻ നേരത്തെ എങ്ങനെ പോവും? എയിലാകുമ്പോൾ ഇവിടെയാണ് അല്ലേ പൊസിഷൻ. എ സി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സെയിം പോയിൻ്റ് നെക്സ്റ്റ് പോയിന്റിൽ നിന്ന് ബി ഇന്ന് എയിലേക്ക് മൂവ് ചെയ്യാൻ നേരത്തെ എങ്ങനെ വരും? ബി എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ്, ഇവിടെ നിന്ന് ഡിയിലേക്ക്, ദെൻ ഡിന്ന് ബാക്ക് ടു എ. സോ ഈ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കംപ്ലീറ്റ് ഓസിലേഷൻ. സോ ദിസ് ഈസ് നോൺ ആസ് ഓസിലേഷൻ. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്ത്, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ നേരത്ത് ഇത് അതിൻ്റെ പ്രൊജക്ഷൻ, അതായത് എക്സ് ആക്സിസിന് അബൌട്ടായിട്ടും വൈ ആക്സിസിന് അബൌട്ടായിട്ടും അത് ഓസിലേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോയിന്റ് പി കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് എയിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പോയിൻ്റാണ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള എ കഴിഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ് പി. സോ കൺസിഡർ എനി പോയിൻറ്റ് പി ആഫ്റ്റർ ടി സെക്കൻഡ്സ്, ഒരു ടി സെക്കൻഡ്സ് ടൈം കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ് പി. അപ്പോൾ ഈ പി നമുക്ക് എന്ത് ചെയ്യണം? സോ ഇതാണ് പി അല്ലേ, എയിന്ന് പിയിലേക്ക്. സോ ഈ പിയിലെ നമ്മൾ വെർട്ടിക്കലി, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലേക്കും പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, വൈ ആക്സിസിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഇത് നമ്മൾ വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ എക്സ് ആക്സിസിലേക്ക് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും? ഇങ്ങനെ അല്ലേ, വൈ ആക്സിസിലേക്ക് ഇങ്ങനെ. ക്ലിയർ അല്ലേ? സോ എക്സ് ആക്സിസിലും അതുപോലെ തന്നെ വൈ ആക്സിസിലും പ്രൊജക്റ്റ് ചെയ്തു. സോ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പോയിൻറ്റ്സ് എമ്മും എം ഡാഷും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി മീൻ പൊസിഷൻ. ഓക്കെ, മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതാണ് മീൻ പൊസിഷൻ അല്ലേ? അതുപോലെ വൈ ആക്സിസ് ആണെങ്കിൽ ഇതാണ് മീൻ പൊസിഷൻ. സോ ഈ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? എക്സ്. അതുപോലെ ഇവിടെ എക്സ് ഡാഷ്. ക്ലിയർ അല്ലേ? ഇതാണ് മീൻ പൊസിഷൻ ഒ. ഈ ഒയിൽ നിന്നുള്ള പൊസിഷൻസ് എക്സ് ഡാഷും അതുപോലെ എക്സും. ഓക്കെ, രണ്ടും സെയിം ഫിഗറാണ്. ക്ലിയർ അല്ലേ? നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. അതായത് ഒരു പോയിൻ്റ്, ഒരു സർക്കുലർ പാത്ത് കാണിക്കുക, പോയിൻ്റ് പി. ഓക്കെ, പി പോയിൻറ്റിന് അബൌട്ടായിട്ടുള്ള പി പോയിൻറ്റിൻ്റെ പ്രൊജക്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, എമ്മും എം ഡാഷും. ഇതിൻ്റെ ഡിസ്റ്റൻസ് എക്സും എക്സ് ഡാഷും. ഓക്കെ, ഈ ഒ എന്ന പോയിൻ്റ് എന്താണ്?
ദാറ്റ് ഈസ് ദി മീൻ പൊസിഷൻ. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഓക്കെ, നമ്മൾ ഇതുവരെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിത് പുറത്തേക്കായിട്ടാണ് കാണിച്ചിരുന്നത്. അതായത് പ്രൊജക്ഷൻ കാണിച്ചത് എക്സ് ഇങ്ങനെയും ഇതിൻ്റെ എക്സ് ഇങ്ങനെയും, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ, ഇതിൻ്റെ ഈ ഒരു പ്രൊജക്ഷൻ നമ്മൾ ഇവിടെയാണ് കാണിച്ചത്. സോ ഈ ഫിഗറാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് എക്സാമിന്. ഓക്കെ, ഡിറൈവ് ചെയ്യാൻ നേരത്തെ ഈ ഒരു ഫിഗറിലാണ് റെഫർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യം? സോ നൗ ലെറ്റ്സ് സീ. Okay, move on to the derivation. So consider a particle moving along the circumference of a circle. Circle along ആയിട്ട് മൂവ് ചെയ്യാണ്. And circle it is having a radius r and a uniform angular velocity omega. Okay. Again, let P be the position. അല്ലേ, P ആണ് നമ്മളെടുത്ത പോയിന്റ്, പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആഫ്റ്റർ t seconds. Again, M is the projection at the horizontal diameter. അതായത് ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള പ്രൊജക്ഷൻ എന്താണ്? എം. അതുപോലെ തന്നെ എം ഡാഷ് അല്ലെ, വൈ ഡയറക്ഷനിലെ പ്രൊജക്ഷൻ എം ഡാഷ്. വെൻ ദി പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സി ബി, ദ പോയിന്റ് എം മൂവ്സ് ഫ്രം എ ടു ബി. അല്ലെ, പാർട്ടിക്കിൾ എ സി ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതായത് പാർട്ടിക്കിൾ എ സി ബി ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്ത് ഈ പോയിന്റ് അല്ലെ, ഈ എം എങ്ങനെ മൂവ് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യും, എയിന്ന് ബിയിലേക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്? എ സി ബി എന്ന് പറഞ്ഞാൽ ഓക്കെ, എയിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യും. എം എന്ന പോയിന്റ് ഈ ഒരു ആക്സിസിന് എബൌട്ടായിട്ട് എയിന്ന് ബിയിലേക്ക്, ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ബിന്ന് എയിലേക്ക് വരുമ്പോൾ എന്ത് വരും? എം എന്ന പോയിന്റ് ബിന്ന് എയിലേക്ക്. സോ ഇറ്റ് വിൽ കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. So here you can see when a particle moves along ACB, point moves from A to B. അതുപോലെ when the particles moves along BDA, the point moves from B to A. So ഇങ്ങനെ ഇത് one oscillation complete ചെയ്യും. So we can say that it executes a simple harmonic motion. Okay, ഈ simple harmonic motionൽ ഏതാണ് എക്സ്ട്രീം പോയിന്റ്? എക്സ്ട്രീം പോയിന്റ് A and B ആണ് എക്സ്ട്രീം പോയിന്റ്. So A and B എക്സ്ട്രീം പോയിന്റ്. അതുപോലെ തന്നെ മീൻ പോയിന്റ്, മീൻ പൊസിഷൻ ഏതാണ്? ഒ അല്ലേ, ഇവിടെ ഒ ആണ് മീൻ പൊസിഷൻ, എ ആൻഡ് ബി ആണ് എക്സ്ട്രീം പൊസിഷൻ. അതുപോലെ സി ആൻഡ് ഡി ആണ് വൈ ഡയറക്ഷനിലുള്ള എക്സ്ട്രീം പൊസിഷൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഒ ഈസ് ദി മീൻ പൊസിഷൻ, എ ആൻഡ് ബി ആർ ദി എക്സ്ട്രീം പൊസിഷൻസ്. സിമിലർലി പ്രൊജക്ഷൻസ് ഓൺ ദി വെർട്ടിക്കൽ ഡയമീറ്റർ. ഓക്കെ, സി ഡിയിലെ പ്രൊജക്ഷൻസ് എങ്ങനെ വരും? സി ആൻഡ് ഡി എക്സ്ട്രീം പൊസിഷൻസും അതുപോലെ തന്നെ ഒ മീൻ പൊസിഷനുമായിട്ട് എടുക്കാം. സോ അങ്ങനെയായിരിക്കും, ആ ഒരു മീൻ പൊസിഷൻ എബൌട്ടായിട്ടായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. സോ ഡെറിവേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എന്താണ്? ഈ എക്സ് ഡയറക്ഷൻ അല്ലേ, പി മൂവ് ചെയ്യുന്ന പിയുടെ പ്രൊജക്ഷൻ എന്താണ്? എക്സ്. അതുപോലെ തന്നെ വൈ ഡയറക്ഷൻ്റെ പ്രൊജക്ഷൻ എക്സ് ഡാഷ്. സോ ഫസ്റ്റ് ഈ എക്സും എക്സ് ഡാഷും എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, സോ ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഒ പി ഇൻറ്റു കോസ് തീറ്റ അല്ലേ. ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒ പി കോസ് തീറ്റ. അതുപോലെ ഇതോ? ഒ പി സൈൻ തീറ്റ. ഓക്കെ, റിസോൾവ് ചെയ്യുന്നതാണ് നമ്മൾ. സോ ഇവിടെ ഒ പി കോസ് തീറ്റയും ഇത് ഒ പി സൈൻ തീറ്റയും. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഈക്വൽ ടു ഒ പി കോസ് തീറ്റ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ഒ പി sine, sorry, x equal to OP cos theta and x dash is equal to OP sin theta, where OP എന്താണ്? OP is the radius അല്ലേ, ഇതിൻ്റെ റേഡിയസ് അല്ലേ OP, ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആണ് OP. ക്ലിയർ അല്ലേ? സോ വി മൂവ് ഓൺ ടു ദ ഡെറിവേഷൻ. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി മെയിൻ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു ഒ പി കോസ് തീറ്റ. ഒ പി എന്ന് വെച്ചാൽ ആർ. സോ ആർ കോസ് തീറ്റയ്ക്ക് വരെ നമ്മൾ എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? തീറ്റ ഇസ് ഈക്വൽ ടു, സോ വാട്ട് ഈസ് തീറ്റ? തീറ്റ ഇസ് ഈക്വൽ ടു, one second, okay, theta is equal to omega ഇൻറ്റു ടി അല്ലേ. അപ്പോൾ ഈ ഒരു തീറ്റയ്ക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ,
സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. സോ ഇതാണ് ബേസ് ഇക്വേഷൻ. ഓക്കെ, എക്സിൻ്റെ ഇക്വേഷനാണ്. ഇനി വെലോസിറ്റി ആക്സിലറേഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എക്സ് അറിയാമെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് വെലോസിറ്റി? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ? ദറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഡി എക്സ് ബൈ ഡി ടി. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് വെലോസിറ്റിയും കിട്ടും, അതുപോലെ ആക്സിലറേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? സോ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും. ആക്സിലറേഷൻ കിട്ടാൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഡി സ്ക്വയർ അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം, ഓർ ഡി വി ബൈ ഡി ടി. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ എടുക്കാൻ നേരത്ത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഇതിനെന്താ ചെയ്യേണ്ടത്? ഓക്കെ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. സോ ഡി ബൈ ഡി ടി ഡെറിവേറ്റീവ് എടുക്കുക. ആർ കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക. സോ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കും? ആർ കോൺസ്റ്റൻ്റ് ആണ്, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ ഇറ്റ് സെൽഫ്. ഓക്കെ, കോസ് ഒമേഗ ടി, ഇതിൽ ഒമേഗ ടിയുടെ ഒമേഗ പുറത്തെടുക്കുക. അതുപോലെ കോസ് തീറ്റ. എന്താണ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ്? മൈനസ് സൈൻ തീറ്റ അല്ലേ? സോ മൈനസ് സൈൻ ഒമേഗ ടി. ക്ലിയർ അല്ലേ? ഇങ്ങനെ കിട്ടും നമുക്ക്. സോ വാട്ട് വി ആർ ഗെറ്റിംഗ്? മൈനസ് ആർ ഡബ്ല്യു സൈൻ ഒമേഗ ടി, മൈനസ് ആർ ഡബ്ല്യു സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഹിയർ മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി. ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലേ? ടൈം ഇവിടെ കൂടാൻ നേരത്ത്, ടൈം ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് എന്താണ്? എക്സ് ഡിക്രീസ് ചെയ്യും. ടൈം കൂടാൻ നേരത്ത് എക്സ് ഡിക്രീസ് ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. സോ ഇവിടെ നമുക്ക് വി, അപ്പോൾ ഈ ഒരു നെഗറ്റീവ് സൈൻ നെഗ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ആർ ഒമേഗ സൈൻ തീറ്റ എന്ന് എഴുതാമല്ലോ. ഈ ഒരു മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടീന്, ഒമേഗ ടിക്ക് വരെ നമ്മൾ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. സോ ഈ ഒമേഗ ടിക്ക് വരെ ഇവിടെ തീറ്റയെന്ന് നോക്കാം. അതുപോലെ ഈ മൈനസ് നെഗ്ലക്റ്റും ചെയ്യാം. സോ വി ആർ ഗെറ്റിംഗ് ദിസ് ഇക്വേഷൻ. സോ ദിസ് ഇസ് വി. ഇതിൽ വാട്ട് ഇസ് സൈൻ തീറ്റ? ഓക്കെ, സോ വാട്ട് ഇസ് സൈൻ തീറ്റ? സൈൻ തീറ്റ എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ റെഫർ ചെയ്യുക. സോ ഇവിടെ എന്താണ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് പി എം ബൈ ഹൈപ്പർടെന്യൂസ് ഒ പി. ഓക്കെ, അതാണ് സൈൻ തീറ്റ അല്ലേ? പി എം ബൈ ഒ പി. സോ ഇവിടെ പി എം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം എക്സ് ആണ്, ഈ ഡിസ്റ്റൻസ് ആർ ആണ്. സോ വാട്ട് വിൽ ബി പി എം? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, പൈതഗോറസ് തിയറം. ഓക്കെ, സോ എന്ത് കിട്ടും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒ പി. ഒ പി എന്ന് വെച്ചാൽ എന്താണ്? ആർ. സോ വി ഗെറ്റ് ദിസ് ആസ് സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? സോ ഹൗ ക്യാൻ ബി റൈറ്റ് ദാറ്റ്? ഇവിടെ സൈൻ തീറ്റയ്ക്ക് പകരം, സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? സൈൻ തീറ്റയ്ക്ക് പകരം എം പി ബൈ ഒ പി, അതായത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യണം? ആർ ക്യാൻസലായി പോകും അല്ലേ? ആറും ക്യാൻസൽ ആകുമ്പോൾ റിമൈനിങ് എന്താണ്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ വി ആസ് ഒമേഗ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അഗെയിൻ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കുക. സോ വി നോ വാട്ട് ഈസ് വെലോസിറ്റി? ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി അല്ലേ? അതിൽ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇവിടെ ഒരു മൈനസ് വരും. ആറ് കോൺസ്റ്റൻറ്റ്, ഒമേഗ അതുപോലെ എഴുതുക. ഓക്കെ, മൈനസ് ആർ ഒമേഗ. ഇനി സൈൻ ഒമേഗ ടിയിൽ ഒമേഗ കൂടെ എഴുതുക. ദെൻ വാട്ട് സൈൻ ഒമേഗ ടിയെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഒമേഗ ടി. ക്ലിയർ അല്ലേ? സോ ഇതെങ്ങനെ കിട്ടും? മൈനസ് ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി. ക്ലിയർ? സോ വാട്ട് വിൽ യു ഗെറ്റ്? മൈനസ് ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇവിടെ കോസ് ഒമേഗ ടിക്ക് വരും, ആർ കോസ് ഒമേഗ ടിക്ക് വരും നമ്മൾ എന്താ എഴുതുന്നത്? എക്സ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. ക്ലിയർ അല്ലേ? സോ ഫൈനലി വി ഗെറ്റ് ദി ആൻസർ വാല്യൂ ആസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. സോ ഇവിടെ നമുക്ക് കാണാം എന്തായിരിക്കും? എ എന്ന് വെച്ചാൽ എന്താണ്? എ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ലേ? എ എക്സുമായിട്ട് പ്രൊപ്പോർഷണൽ അല്ലേ? ഓക്കെ, നമ്മൾ സിമിലർ ആയിട്ട് തന്നെ വൈ ഡയറക്ഷൻ, ഓക്കെ, അതായത്
ഡിസ്റ്റൻസ് ഫ്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എം ഡാഷ് ഫ്രം മീൻ പൊസിഷൻ. സോ ഇങ്ങനെയായിരുന്നു ഫിഗർ അല്ലേ. ഇത് എം, ഇത് എം ഡാഷ്. സോ ഈ ഡിസ്റ്റൻസ് എന്താണ്? എക്സ് ഡാഷ് ആണ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആയിരുന്നു. സോ ഇത് എക്സ് ഡാഷും എക്സും. സോ ഈ എക്സ് ഡാഷും എക്സും നമുക്ക് ഈക്വലായിട്ട് തന്നെ എടുക്കാം. ഓക്കെ. സോ അങ്ങനെ വരുന്ന കേസിൽ എന്ത് വരും? ഇവിടെ സെയിം ആയിട്ട് തന്നെ വരും. പക്ഷേ ആർ എക്സ് ബാർ എന്തായിരുന്നു? ആർ ഒ പി ഇൻറ്റു, അല്ല ഇത് തീറ്റ, അങ്ങനെയാണെങ്കിൽ ഒ പി ഇൻറ്റു സൈൻ ഒമേഗ ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി എന്ന് വരും. ഓക്കെ. എക്സോ എക്സ് ബാറെന്നോ എന്ത് വേണമെങ്കിലും എഴുതാം അവിടെ. ബോത്ത് ആർ സെയിം. സോ വി ക്യാൻ റൈറ്റ് വെലോസിറ്റി എന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതും? സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി. ഓക്കെ. അതുപോലെ ആർ അതുപോലെ എഴുതുക ഒമേഗ. സോ ആർ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും നമുക്ക് വെലോസിറ്റി. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ വെലോസിറ്റി, ഒമേഗ ടിക്ക് വരും എന്തെഴുതുക? തീറ്റ എന്ന് എഴുതുക. ഓക്കെ. സോ വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ എന്തായിരിക്കും? ഓക്കെ. കോസ് തീറ്റ എന്തായിരിക്കും? ഈ ആംഗിളാണ് തീറ്റ. ഓക്കെ. സോ കോസ് തീറ്റ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ്, ഈ സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ് അല്ലേ, ബൈ ആർ. സോ ഈ എക്സിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റൂട്ട് ഓഫ്, ഓക്കെ, എക്സ് വി ക്യാൻ റൈറ്റ് എക്സ് ആസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് ഡാഷ് സ്ക്വയർ. ഇതാലോ, ഇതാണ് എക്സ് ഡാഷ്. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ആർ സ്ക്വയർ മൈനസ് എക്സ് ഡാഷ് സ്ക്വയർ. സോ എക്സ് ഡാഷും എക്സും സെയിം തന്നെയാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ കിട്ടും. ഓക്കെ. ഈ ആറും ആറും ക്യാൻസൽ ചെയ്യുക. വി ഗെറ്റ് ദി ഇക്വേഷൻ ഫോർ വി സെയിം ആസ് ദി എബവ് കേസ്. ആൻഡ് ആക്സിലറേഷൻ എന്ത് കിട്ടും? ഡി വി ബൈ ഡി ടി. ഓക്കെ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നേരത്ത് സിമിലർ ആയിട്ട് തന്നെയുള്ളൊരു ആൻസർ കിട്ടും. ഓക്കെ. ഡെറിവേറ്റീവ് എടുക്കാൻ നേരത്ത് ഇവിടെ കാണാം ഡി ബൈ ഡി ടി. സോ വിൽ ഗെറ്റ് എസ് മൈനസ് ആർ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. ഇതിൽ ആർ സൈൻ ഒമേഗ ടി എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ആണ്. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ക്ലിയർ അല്ലേ? ഇവിടെ അപ്പം നമ്മൾ രണ്ട് കേസസ് ആണ് കണ്ടത്. ഫസ്റ്റ് കേസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടിയും, സെക്കൻഡ് കേസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടിയും. ഇനി ഈ രണ്ട് വാല്യൂസും എപ്പോഴൊക്കെയാണ് എടുക്കുന്നത്? ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ആക്സിസ് അല്ലേ. എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. സോ എക്സ്ട്രീം പൊസിഷൻ, ഇഫ് വി ആർ മെഷറിങ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ വി ഗോ ഫോർ ദി ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ. സോ ഇത് എക്സ്ട്രീം പൊസിഷൻ. ഇനി നമ്മൾ മീൻ പൊസിഷനിൽ നിന്നാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അറിയാം വൈ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അല്ല, മീൻ പൊസിഷനിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഫ്രം ദി മീൻ പൊസിഷൻ വി ഗോ ഫോർ ദിസ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? മീൻ പൊസിഷൻ ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. സോ വെൻ മെഷേർഡ് ഫ്രം mean position x is equal to r sin omega t, and when measured from extreme position x is equal to r cos omega t. അതുപോലെ വെലോസിറ്റിയുടെ വാല്യൂ അല്ലേ, വെലോസിറ്റിയുടെ വാല്യൂ എന്താണ്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ വാല്യൂ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. അഗെയിൻ മാക്സിമം വെലോസിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. മാക്സിമം വെലോസിറ്റി എവിടെയായിരിക്കും? ഇങ്ങനൊരു ഇവിടെ ആയിരിക്കും മാക്സിമം വെലോസിറ്റി, അതായത് മീൻ പൊസിഷനിലായിരിക്കും മാക്സിമം വെലോസിറ്റി. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഓക്കെ, എക്സ് 0 ആകുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി. സോ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും നമുക്ക്? ഒമേഗ, ഈ എക്സ് പോകും അല്ലേ. സോ ഒമേഗ ഇൻറ്റു ആർ സ്ക്വയർ, അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ, അല്ലെങ്കിൽ ഒമേഗ ആർ. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഫോർ മാക്സിമം വെലോസിറ്റി. അഗെയിൻ ആക്സിലറേഷൻ മാക്സിമം ആകുന്ന കേസ് എവിടെയായിരുന്നു? ഓക്കെ, എക്സ്ട്രീം പോയിന്റിലാണ്, അതായത് ആക്സിലറേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഓക്കെ, എക്സ്ട്രീം പൊസിഷനിലായിരിക്കും ആക്സിലറേഷൻ മാക്സിമം. സോ എക്സ്ട്രീം പൊസിഷൻ എന്ന് വെച്ചാൽ ആ സർക്കിളിൻ്റെ കേസിൽ എന്തായിരുന്നു? എക്സ്ട്രീം ആറായിരുന്നു അല്ലേ. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആറായിരുന്നു. സോ എക്സ്ട്രീം പൊസിഷൻ ആറാണ്. സോ വി ക്യാൻ എക്സിന് പകരം നമ്മൾ 6 കൊടുക്കുക. സോ വി ഗെറ്റ് ദി ആൻസർ വാല്യൂ ഫോർ ആക്സിലറേഷൻ, മാക്സിമം ആക്സിലറേഷൻ ആസ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ക്ലിയർ അല്ലേ? സോ വി ക്യാൻ സം അപ്പ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് പഠിച്ചത്?
we learned what is simple harmonic motion എന്താണ്, the two conditions, and we have derived the equations of simple harmonic motion. So equations പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറേ ടേംസ്, ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ പീരീഡ് ആൻഡ് ഓസിലേഷൻ. ഓക്കെ, സോ പീരീഡിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു. ആൻഡ് ദെൻ നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ടുള്ള ഫിഗർ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫിഗർ. ഈ ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതിലെങ്ങനെയാണ് ഈ പാർട്ടിക്കിൾ, അതായത് ഈ സർക്കുലാർ മോഷനെ നമ്മൾ ഈ പ്രൊജക്റ്റൈൽ, ഓക്കെ, ഈ പ്രൊജക്റ്റഡ് മോഷനാക്കി അല്ലെങ്കിൽ ഈ ഓസിലേഷൻ ആക്കി എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്തെടുത്തതെന്ന് ഈ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസാണിത്. ആൻഡ് ഫൈനലി എക്സ് ഇസ് ഈക്വൽ ടു, ഓക്കെ, എക്സിൻ്റെ വാല്യൂ, അതായത് എക്സ് ഡയറക്ഷനും ഒരു വാല്യൂ കിട്ടും, വൈ ഡയറക്ഷനിലും വാല്യൂസ് കിട്ടും. ആൻഡ് രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും. ഓക്കെ, വി ഗെറ്റ് ദ വാല്യൂ ഫോർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. സോ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷന് വാല്യൂസ് കിട്ടും. ക്ലിയർ അല്ലേ? സോ രണ്ട് കേസിലും കിട്ടും. ഗോ ത്രൂ ദിസ്. ഓക്കെ, ആൻഡ് ഫൈനൽ ഇക്വേഷൻസ് എല്ലാമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ദിസ് ഓൾസോ. Now moving on to the questions. First question, a body is moving with SHM, okay, simple harmonic motion, has an amplitude of 1 meter and a period of oscillation 2 seconds. Find velocity and acceleration at t is equal to 0.4 seconds when the time is measured from mean position and extreme position. So questionൽ given data ആണ് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, given data എന്തൊക്കെ തന്നിട്ടുണ്ടോ? ആംപ്ലിറ്റ്യൂഡ് 1 മീറ്റർ. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്റ്റൻസ്, അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ്. സോ ദാറ്റ് വിൽ ബി ദ റേഡിയസ്. ഓക്കെ, സോ റേഡിയസ് 1 മീറ്റർ തന്നിട്ടുണ്ട്. പീരീഡ് ഓഫ് ഓസിലേഷൻ, സോ ടി പി 2 സെക്കൻഡ്സ്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഏത് പോയിൻറ്റിലെ ഏത് ടൈമിലെ ആക്സിലറേഷനും വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ഗിവൺ ടൈമിന് നമുക്ക് ടി എന്ന് എഴുതുക. ഓക്കെ, പീരീഡാണ്, ടൈം പീരീഡാണ് ടി പി, ആ ഗിവൺ ടൈം ടി. ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട? വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദാറ്റ് ഗിവൺ ടൈം. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ടി പി തന്നിട്ടുണ്ടെങ്കിൽ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, സോ ഒമേഗയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2π/TP. ഓക്കെ, നമ്മൾ ടി പി എന്തായിരുന്നു എന്ന് നേരത്തെ കാൽക്കുലേഷൻ. ഓക്കെ, ടി പി എന്തായിരുന്നു? ടൈം പീരീഡ് എന്തായിരുന്നു? 2π/ω. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/TP. ഓക്കെ, സോ ടി പി തന്നിട്ടുണ്ട് 2. അതുപോലെ തന്നെ 2π/2 ചെയ്യാൻ നേരത്ത് നമുക്ക് ഒമേഗയുടെ വാല്യൂ എത്ര കിട്ടും? പൈ. ഒമേഗയുടെ യൂണിറ്റാണ് റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റി. സോ ആംഗുലാർ വെലോസിറ്റി ആകുമ്പോൾ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, സാധാ വെലോസിറ്റി ആണെങ്കിൽ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ആംഗുലാർ വെലോസിറ്റി ആകുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഒമേഗ കിട്ടി. ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. നമുക്ക് വെലോസിറ്റിയുടെയും അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെയും ഫോർമുലാസ് അറിയാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. സോ മീൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും ആകാൻ നേരത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? മീൻ പൊസിഷൻ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. ഓക്കെ, മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിലായിരിക്കും എടുക്കുക. ഓക്കെ, എക്സിൻ്റെ പ്രൊജക്ഷൻ, സോറി എക്സ് അല്ല, മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വൈ ആക്സിസിലായിരിക്കും എടുക്കുക. സോ വൈ ആക്സിസിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. ഓക്കെ, ഒമേഗ എന്താണെന്നറിയാം? ഒമേഗ എന്തായിരുന്നു? പൈ ആണ്. ടി ടൈം 0.4 സെക്കൻഡ്സ്. ഓക്കെ, ഇനി എക്സ് നമുക്ക് മീറ്ററിലാണ് കിട്ടേണ്ടത് അല്ലേ? സോ എക്സിനെ മീറ്ററിലും കിട്ടണം. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ഒമേഗ എന്ന് വെച്ചാൽ റേഡിയൻ പെർ സെക്കൻഡിലാണ് വാല്യൂ. സോ നമുക്ക് മീറ്ററിലുള്ള വാല്യൂ ആണ് കിട്ടേണ്ടത്. സോ ഈ റേഡിയനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള കൺവേർഷൻ ഇവിടെ പറയുന്നുണ്ട്. സോ ശ്രദ്ധിച്ചിരിക്കുക. 360 ഡിഗ്രി നമുക്കറിയാം. 2π എന്ന് വെച്ചാൽ എത്രയാണ്? 360 ഡിഗ്രി. സോ അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ. ഓക്കെ, പൈ റേഡിയൻസ്. സോ ഇവിടെ നിന്ന് 1 റേഡിയൻ എങ്ങനെ എഴുതാം? 180/π. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 180/π ഡിഗ്രീസ്. സോ ഒരു റേഡിയനെ ഡിഗ്രി ആക്കാനായിട്ട് 180/π എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ പൈയുടെ കൂടെ എന്ത് ചെയ്യണം? 180/π മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ റേഡിയൻ,
ഓക്കെ, പൈ റേഡിയൻ എന്നുള്ളത് എന്താകും? ഡിഗ്രി ആകും. ഓക്കെ, സോ വി ഗെറ്റ് ഇറ്റ് ആസ് 72 ഡിഗ്രി. സോ സൈൻ 72. R 1 മീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ്. സോ 1 ഇൻറ്റു സൈൻ 72. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇക്വേഷൻസ്. ഓക്കെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആറിൻ്റെ വാല്യൂ, ആറ് ആംപ്ലിറ്റ്യൂഡാണ്, 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ മീൻ പൊസിഷനിലുള്ള എക്സിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. സോ ഇവിടെ നമ്മൾ കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട, കാരണം ഓക്കെ ആക്സിലറേഷൻ ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട. ഓക്കെ, കൺവേർഷൻ എവിടെയാണ് ചെയ്യേണ്ടത്? ആ ഡിഗ്രി ആക്കാനായിട്ട്, കാരണം നമുക്ക് കിട്ടേണ്ട വാല്യൂ മീറ്ററിലേക്കായതുകൊണ്ട് ഡിഗ്രി ആക്കാനായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ഇവിടെ വരാൻ നേരത്ത് നമ്മൾ കൺവേർഷൻ ചെയ്യേണ്ട. ഓക്കെ, അത് നിങ്ങൾ തെറ്റിപ്പോരുത്, കൺവേർട്ട് ചെയ്യരുത്. കാരണം നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് ആൻസർ വേണ്ടത്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് ആൻസർ വേണ്ടത് എന്നും വെച്ച് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. സോ ഒമേഗ സ്ക്വയർ തന്നിട്ടുണ്ട്, ഇൻറ്റു എക്സിൻ്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അഗെയിൻ കേസ് സെക്കൻഡ് കേസ് എന്തായിരുന്നു? വെൻ മെഷേർഡ് ഫ്രം ദി എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുമ്പോൾ അത് എ ടു ബി അല്ലേ? സോ എക്സ്ട്രീം പൊസിഷൻ ഏത് കേസ് വരും? എക്സ് ആക്സിസിൽ എടുക്കാൻ നേരത്താണ് എക്സ്ട്രീം പൊസിഷൻ്റെ കേസ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. അപ്പോൾ ഇവിടെ കോസിൻ്റെ കൂടെ ഒമേഗ ടി. ഒമേഗ എത്രയായിരുന്നു? പൈ ആണ്. ടി 0.4. ഇനി പൈ കൺവേർട്ട് ചെയ്യാനായിട്ട് റേഡിയൻ ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 180/π ചെയ്യുക. ഓക്കെ, സോ വി ഗെറ്റ് ദി ആൻസർ. എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അതായത് വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എക്സിൻ്റെ, അതായത് ഈ കേസിൽ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ വാല്യൂ വെച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഓക്കെ, ഇവിടെ ഈ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ റേഡിയനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ അങ്ങനെ നമുക്ക് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വാല്യൂസ് കിട്ടും. ഇനി ഇവിടെ യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സിമിലർലി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ എന്ത് വരും? റേഡിയൻ. ഓക്കെ, മീറ്റർ അല്ല, റേഡിയൻ ആണ്. ഓക്കെ, ഇവിടെ ആംഗുലാർ വെലോസിറ്റി എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡിന് പകരം റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അതുപോലെ ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് പകരം ആംഗുലാർ ആക്സിലറേഷൻ വരുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ അല്ലേ? അതുപോലെ ടൈം പീരീഡ് സെക്കൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് SHM has an amplitude of 4.5 meter and a period of oscillation 3.5 second. Find the time required by the particle to pass 2 points which are at a distance 3.5 meter and 1.5 meter from the center and on the same side of the mean position. Okay, so question വായിച്ചിട്ട് എന്താ മനസ്സിലായത്? ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് മാക്സിമം എത്ര വരെ ആകാം, മാക്സിമം ആ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. പിന്നെ പീരീഡ് ഓഫ് ഓസിലേഷൻ TP തന്നിട്ടുണ്ട് 3.5 seconds. ഓക്കെ, നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, T ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബിറ്റ്വീൻ 2 points. സോ 2 points തന്നിട്ടുണ്ട്, 3.5 and 1.5 meter. ആൻഡ് ഇതെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇത് സെൻറ്റർ ആണെങ്കിൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 3.5ഉം 1.5 മീറ്ററും. ഓക്കെ, സോ ഫ്രം ദി സെൻറ്റർ ആൻഡ് ഓൺ ദി സെയിം സൈഡ്. അപ്പോൾ സെയിം സൈഡും ആണ് സെൻറ്ററും ആണ്. സോ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുക? സോ ഇവിടെ നോക്കുക, given data are the amplitude and time period, find the time required. അപ്പോൾ പൊസിഷൻ നോക്കുക. ഫസ്റ്റ് ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 1.5. അതായത് ആദ്യത്തത് പോയിൻറ്റ് എ ആണ് ആദ്യത്തെ പോയിൻറ്റ്. സോ ആദ്യത്തെ പോയിൻറ്റ് എത്രയാണ്? 3.5 മീറ്റർ മാറിയാണ് ഫ്രം ദി സെൻറ്റർ. ഓക്കെ, രണ്ടാമത്തെ പോയിൻറ്റ് ബി എത്രയാണ്? 1.5 ഫ്രം ദി സെൻറ്റർ. അപ്പോൾ ഈ രണ്ടിൻ്റെയും ടൈം ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ടൈം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്?
രണ്ട് കേസിൻ്റെയും ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് കേസിൻ്റെയും ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? ഓക്കെ, ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളിത് എക്സിൽ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ വൈയിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്കിപ്പോൾ എക്സിലാണെങ്കിലും മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ വൈയിലും മാർക്ക് ചെയ്യാം. സോ ബോത്ത് ആർ റൈറ്റ്. എങ്ങനെ ചെയ്താലും അപ്പോൾ ഇക്വേഷൻ മാറും. എക്സിൽ മാർക്ക് ചെയ്ത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും ഇക്വേഷൻ? നമ്മൾ കോസിൻ്റെ ടേംസിലായിരിക്കണം ഇക്വേഷൻ എഴുതേണ്ടത്. ഓക്കെ, അതായത് എക്സ് കോസ് ഒമേഗ ടി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ രണ്ട് എക്സ് ഉണ്ട്, 3.5ഉം 1.5ഉം. ഓക്കെ, 3.5 നമ്മൾ എ എന്നും 1.5 ബി എന്നും എഴുതുക. അല്ലെങ്കിൽ x1 എന്ന് x2 എന്ന് എന്തെങ്കിലും കൊടുക്കാൻ മതി. സോ എ ഈസ് ഈക്വൽ ടു t1 സെക്കൻഡിൽ ഇതാണ് വാല്യൂ. സോ ഇവിടെ ഒമേഗ ടിക്ക് പകരം ഒമേഗ ടിയിൽ ടി എന്ന് വെച്ചാൽ t1. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ടി എന്ന് വെച്ചാൽ t2. ഈ t1ൻ്റെയും t2ൻ്റെയും ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ വി ഹാവ് ടു ഫൈൻഡ് ഒമേഗ. ഇനി നമുക്ക് അറിയാത്ത കാര്യം ഇവിടെ ഒമേഗയാണ്. എയും ബിയും അറിയാം. എത്രയാണ്? 3.5ഉം 1.5ഉം. അതുപോലെ 6 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒമേഗയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈം പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ ഒമേഗ നേരത്തെ പോലെ ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇതാണ് ഇക്വേഷൻ. സോ 2π ബൈ ടൈം പീരീഡ്. ഓക്കെ, 2π ബൈ 3.5 ദറ്റ് ഇസ് 1.8. യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഒമേഗയും കിട്ടി. സോ ഒമേഗയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എ എന്ന് വെച്ചാൽ 3.5, 6 4.5 കോസ് ഇൻറ്റു ഒമേഗ 1.8 റേഡിയൻ പെർ സെക്കൻഡ്. ഈ റേഡിയനെ നമ്മൾ ഡിഗ്രിയിലേക്ക് ആക്കുക. ഓക്കെ, സോ ഡിഗ്രിയിലേക്ക് ആക്കാനായിട്ട് 180 ബൈ പൈ ചെയ്താൽ മതി. അഗെയിൻ t1 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ t1 ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? 3.5 ബൈ 4.5. ഓക്കെ, ആ വാല്യൂ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കോസ് ഇൻവേഴ്സ് എടുക്കുക. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഇതില്ല കേട്ടോ. ദിസ് ഈസ് നോട്ട് ദെയർ. ഓക്കെ, ഇതില്ല. എന്താ ചെയ്യേണ്ടത്? കോസ് ഇൻവേഴ്സ് 3.5 ബൈ 4.5 ഇൻറ്റു അല്ലേ, ഇത് ഇപ്പുറത്തേക്ക് പോകും. സോ പൈ ബൈ 180 ഇൻറ്റു 1.8. സോ അവിടെ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? t1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ t1 നമുക്ക് 0.38 സെക്കൻഡ്സ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സിമിലർലി നെക്സ്റ്റ് ഇക്വേഷൻ, അതായത് ബിയുടെ ഇക്വേഷനിലേക്ക്. ബിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആർ കോസ് ഒമേഗ t2. ഓക്കെ, അപ്പോൾ t2 ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ബി ആകുമ്പോഴത്തേക്ക് 1.5 ആകും. ബാക്കിയെല്ലാം സെയിം തന്നെ. ഓക്കെ, സോ t2 0.68 സെക്കൻഡ് എന്ന് കിട്ടി. രണ്ട് t1ഉം t2ഉം കിട്ടി. ഇനി എന്താ? ടൈം എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറൻസ്. ഓക്കെ, ടൈം റിക്വയർഡ്, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ടൈം. ആ ടൈം റിക്വയർഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ 0.3 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത് നിങ്ങൾ സെയിം തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാം, അതായത് നമ്മൾ ആർ കോസ് ഒമേഗ ടി തന്നെയാണോ എടുക്കേണ്ടതെന്ന്. സോ നിങ്ങൾക്കത് ആർ സൈൻ ഒമേഗ ടി ആണെങ്കിലും എടുക്കാം. ഓക്കെ, ആർ സൈൻ ഒമേഗ ടി ആകുമ്പോഴത്തേക്കും എന്ത് വരും? ഇവിടെ എല്ലാം സൈൻ്റെ ടേംസിലായിരിക്കും വരുന്നത്. അതായത് ഈ കോസിന് പകരം സൈൻ ഇൻവേഴ്സ്. ഓക്കെ, സൈൻ്റെ ടേംസിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് t1ഉം t2ഉം ഓക്കെ ഈ സെയിം ആൻസർ അല്ല കിട്ടുന്നത്. ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആയിരിക്കും t1ഉം t2ഉം കിട്ടുന്നത്. പക്ഷേ ആ ആൻസറിൻ്റെ ഡിഫറൻസ് എടുക്കാൻ നേരത്ത് നിങ്ങൾ ഈ സെയിം വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, 0.3 സെക്കൻഡ്സ് കിട്ടും. ക്ലിയർ അല്ലേ? അതായത് ആ ഡിഫറൻസ് സെയിം ആയിരിക്കും. നമുക്ക് വാല്യൂസ് ചേഞ്ച് ഉണ്ടാവും, പക്ഷേ ഡിഫറൻസ് സെയിം ആയിരിക്കും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സോ എക്സോ വൈയോ ഏതാണെങ്കിലും എടുത്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 3. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് simple harmonic motion. Starting from rest, it travels a distance a in the first second and a distance b in the next second in the same direction. Show that amplitude is 2a square by 3a minus b. Okay, so എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം ദി റെസ്റ്റ്. ഓക്കെ, അതായത് അത് എയിന്ന് മൂവ് ചെയ്യാണ്. സോ പോയിൻറ്റ് എയിന്ന് മൂവ് ചെയ്യാണ്. സോ ഫസ്റ്റ് സെക്കൻഡിൽ അത് ഈ ഒരു പൊസിഷനിലെത്തി. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഈ ആദ്യത്തെ റെഡ് പൊസിഷനിലെത്തി. നെക്സ്റ്റ് സെക്കൻഡിൽ അത് ഈ സെക്കൻഡ് പൊസിഷനിലെത്തി. ക്ലിയർ അല്ലേ?
സോ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ഈ ഡിസ്റ്റൻസ് അല്ലേ? അതായത് അതിൻ്റെ റേഡിയസ് ആണ് ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഈ എക്സ് ഡയറക്ഷനിലേക്ക് തന്നെ എടുക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രൊജക്ഷൻ എക്സ് ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്യുക. എക്സ് ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്യാൻ നേരത്തെ എങ്ങനെ വരും? സോ ഫസ്റ്റ് സെക്കൻഡിൽ ഈ സെക്കൻഡിലുള്ളത് എ. ഓക്കെ, സോ ഫസ്റ്റ് ഈ സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എ ആണ്. അതുപോലെ നെക്സ്റ്റ് സെക്കൻഡിൽ അത് ബി ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. സോ ഫസ്റ്റിൽ ഇത്രയും ഡിസ്റ്റൻസ്, സെക്കൻഡിൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കാൻ നേരത്ത് എങ്ങനെ കിട്ടും? മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കാൻ നേരത്ത് ആദ്യത്തെ കേസ്, അതായത് എ വരെയുള്ള ഈ ഒയിൽ നിന്ന് ഈ എ വരെയുള്ള ഈ ഫസ്റ്റ് ഇതിൻ്റെ പ്രൊജക്ഷൻ ഇല്ലേ, ആ എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആർ മൈനസ് എ. ഓക്കെ, എ എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ. സോ ആറിൽ നിന്ന് എ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, സോ അത് പറഞ്ഞുതരാം. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ആർ. ആറിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എ അല്ലേ? സോ ആറിൽ നിന്ന് എ മൈനസ് ചെയ്താൽ നമുക്ക് മീൻ പൊസിഷനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. സോ മീൻ പൊസിഷനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് എ. അതുപോലെ സെക്കൻഡ് കേസിൽ ഓക്കെ, ബി എന്ന് വെച്ചാൽ ഇതാണ് പോയിൻ്റ്. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? സോ ബി ഡിസ്റ്റൻസ് ചെയ്ത് എ ഡിസ്റ്റൻസ് ചെയ്ത്, സോ ടോട്ടലിൽ നിന്ന് നമ്മൾ ഇത് മൈനസ് ചെയ്യുക. സോ ടോട്ടൽ ആറാണ്. സോ ആർ മൈനസ് എ പ്ലസ് ബി. ഓക്കെ, അത് ചെയ്യാൻ നേരത്ത് നമുക്ക് നെക്സ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഹിയർ വി ക്യാൻ റൈറ്റ് എന്താണ്? ഫസ്റ്റ് സെക്കൻഡിൽ എന്തായിരിക്കും വാല്യൂ? ഫസ്റ്റ് സെക്കൻഡിൽ x1 is equal to r minus a and second ഓക്കെ, സെക്കൻഡ് ടൈം. നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ r മൈനസ് എ പ്ലസ് ബി. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഗിവൺ ഡേറ്റ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആംപ്ലിറ്റ്യൂഡ് ആർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂസ് രണ്ടും നമ്മളിവിടെ മാർക്ക് ചെയ്യുക നേരത്തെ പോലെ തന്നെ. അതായത് ഫസ്റ്റ് x1 ആണ്. x1 is equal to ആർ മൈനസ് എ. അപ്പോൾ x1ൻ്റെ ഇക്വേഷൻ എന്താണ്? ഓക്കെ, ഫസ്റ്റ് കേസാണ്, നമ്മൾ എക്സ് ആക്സസിലാണ് എടുത്തത്. ഓക്കെ, സോ നമുക്ക് ആർ കോസ് ഒമേഗ T1 എന്ന് എഴുതാം. ഫസ്റ്റ് സെക്കൻഡ് T1. ഓക്കെ, അതുപോലെ x2 എന്താണ്? ആർ മൈനസ് എ പ്ലസ് ബി. x2 എന്ന് വെച്ചാൽ ആർ മൈനസ് എ പ്ലസ് ബി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ആർ ഇൻറ്റു കോസ് ഒമേഗ T2. ഓക്കെ, ഇതിൽ T1 എന്ന് വെച്ചാൽ എത്രയാണ്? 1 സെക്കൻഡ് ആൻഡ് T2 എന്ന് വെച്ചാൽ 2 സെക്കൻഡ്. ക്ലിയർ അല്ലേ? അഗെയിൻ ഫസ്റ്റ് കേസ് എടുക്കുക കേട്ടോ. ഫസ്റ്റ് കേസ് എടുക്കാൻ നേരത്ത് ഇവിടെ എന്താണ്? ആർ മൈനസ് എ ഇസ് ഈക്വൽ ടു T1ന് പകരം 1 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? കോസ് ഒമേഗ അല്ലെ? കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു ആർ ബൈ എ ഡിവൈഡഡ് ബൈ ഓക്കെ, ആർ ബൈ എ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ആർ ബൈ എ ഡിവൈഡഡ് ബൈ ആർ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അഗെയിൻ ഈ അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? ആർ മൈനസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ T2. ഓക്കെ, T2ന് 2 സെക്കൻഡ്സ്. 2 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ 2 എന്ന് എഴുതുക. ഓക്കെ, സോ 2 ഒമേഗ എന്ന് വരും. കോസ് 2 ഒമേഗ, ആർ ഇൻറ്റു കോസ് 2 ഒമേഗ. സോ ആർ മൈനസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇനി കോസ് 2 ഒമേഗയ്ക്ക്. ഓക്കെ, ഇതൊരു നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഇട്ടാണ്. ഓക്കെ, ട്രിഗ്നോമെട്രിക് ഇക്വേഷനാണ്. കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇതൊരു റിലേഷനാണ്, ട്രിഗ്നോമെട്രിക് റിലേഷനാണ്. സോ ഇത് ഇടുമ്പോഴത്തേക്ക് എന്ത് വരും? 2 കോസ് ഒമേഗ. ഓക്കെ, 2 കോസ് 2 ഒമേഗക്ക് എന്ത് എഴുതാം? 2 കോസ് സ്ക്വയർ ഒമേഗ മൈനസ് 1. ഓക്കെ, 2 കോസ് സ്ക്വയർ ഒമേഗ മൈനസ് 1. ഇവിടെ കോസ് ഒമേഗയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയാം കഴിഞ്ഞ ഇക്വേഷനിൽ നിന്ന്. സോ ആ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഓക്കെ. സോ 2 ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ എന്താണ്? ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ. സോ ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 1. ഓക്കെ, അതായത് ഈ -1. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഓക്കെ, ഇവിടെ നമുക്ക് ഈ ആർ സ്ക്വയറിൻ്റെ ഒരു ആറും ഈ ആറും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുമല്ല ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, അതായത് ഇവിടെ ഒരു 6 വരും, ഇവിടെയും 6 വരും. സോ ഈ ആറും ഈ ആറും കൂടെ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, സോ ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. സോ ആർ മൈനസ് എ മൈനസ് ബി. ഓക്കെ, ബ്രാക്കറ്റ് തുറക്കാൻ നേരത്ത് ഇങ്ങനെ കിട്ടും. ആർ മൈനസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ ബൈ ആർ മൈനസ് ആർ. ഇതിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഫൈനലി വി ഗെറ്റ് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. അത് സോൾവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ സെയിം സ്റ്റെപ്സിൽ സോൾവ് ചെയ്യുക. ഓക്കെ, ഇവിടെ ആർ മൈനസ് എ ദി ഹോൾ സ്ക്വയറിന് നമുക്ക് എന്തെഴുതി? ആർ സ്ക്വയർ മൈനസ് 2AR പ്ലസ് എ. ഓക്കെ, എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ ഈ ആറിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ എന്ത് വരും? ആർ സ്ക്വയർ മൈനസ് AR മൈനസ് BR. ഓക്കെ, എഗെയിൻ ഈ ഇക്വേഷൻ ഇങ്ങനെയായി. ഇതിൽ ആർ സ്ക്വയർ ക്യാൻസലായി. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? ഇവിടെ 4ARഉം ഇവിടെ മൈനസ് ARഉം ഉണ്ട്. സോ 4 നമ്മൾ ഇപ്പുറത്തെ എടുക്കുമ്പോൾ 3AR എന്നാവും. ഓക്കെ, 4AR മൈനസ് AR 3AR. പിന്നെ BR ഇവിടെയുണ്ട്. പിന്നെ ഇതിൽ 2A സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ ഇവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ 6 പുറത്തേക്ക് എടുക്കുക. ഓക്കെ, സോ ആർ ഇസ് കോമൺ ഹിയർ. സോ 6 പുറത്തെടുക്കാൻ നേരത്ത് 3A മൈനസ് B ഇസ് ഈക്വൽ ടു 2A സ്ക്വയർ. സോ ഫൈനലി വി ഗെറ്റ് ദി ആൻസർ ആസ് R is equal to 2A square divided by 3A minus B. Moving on to the next question. So question number 4. A body is vibrating with simple harmonic motion of amplitude 150 mm and frequency 3 cps. Calculate maximum velocity and acceleration. Okay, so maximum velocity and maximum acceleration ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ അറിയാമല്ലേ? മാക്സിമം വെലോസിറ്റി എവിടെയായിരിക്കും? വെലോസിറ്റി മാക്സിമം വെലോസിറ്റി മാക്സിമം മീൻ പൊസിഷനിലായിരിക്കും. അതുപോലെ തന്നെ വെലോസിറ്റി ആക്സലറേഷൻ മാക്സിമം എവിടെയായിരിക്കും? ഓക്കെ, അതുപോലെ ആക്സലറേഷൻ മാക്സിമം എക്സ്ട്രീം പൊസിഷനിലായിരിക്കും. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. അതാണ് മാക്സിമം ആക്സലറേഷൻ. അതുപോലെ വെലോസിറ്റി വി മാക്സ് എന്തായിരുന്നു? വി മാക്സിൻ്റെ ഇക്വേഷൻ ആർ ഒമേഗ. ഓക്കെ, ആർ ഒമേഗ. സോ ഇത് രണ്ടുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആർ ഒമേഗ കിട്ടണമെങ്കിൽ ആറ് തന്നിട്ടുണ്ട് അല്ലെ, ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 150 mm ആണ് തന്നിരിക്കുന്നത്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ 1 മീറ്റർ എന്ന് വെച്ചാൽ എന്താ? 1000 mm. സോ 1 mm ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റർ. സോ 150 mm എന്ന് വെച്ചാൽ 150 × 10⁻³ മീറ്റർ. ഓക്കെ, അതായത് 0.15 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ വി ഗെറ്റ് ഇറ്റ് ആസ് 0.15. അഗെയിൻ ഒമേഗ ഇസ് ഈക്വൽ ടു. ഓക്കെ, അടുത്തത് ഒമേഗ. ഇവിടെ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ഈ ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫ്രീക്വൻസി ഒമേഗ ആയിട്ടുള്ള ഇക്വേഷൻ പഠിക്കുക. ഓക്കെ, ഒമേഗയും ടൈം പീരീഡും ആയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒമേഗ ഈസ് ഈക്വൽ ടു 2π/ടൈം പീരീഡ്. ഓക്കെ, സോ ടൈം പീരീഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒമേഗ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു അല്ലേ, ഫ്രീക്വൻസിയും ടൈം പീരീഡുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ? ഇൻവേഴ്സ് റിലേഷനാണ്. സോ 1/TP എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? സോ 2πf എന്ന് വരും. ഓക്കെ, 2π × f. സോ ഇതാണ് ഫ്രീക്വൻസി, ഇതാണ് ഇക്വേഷൻ. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π × f. എഫ് എന്ന് വെച്ചാൽ 3 CPS. ഫ്രീക്വൻസിക്ക് 2 യൂണിറ്റ് ഉണ്ട്, ഹേർട്സ് ഉണ്ട്, അതുപോലെ തന്നെ CPS എന്ന് വെച്ചാൽ സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, രണ്ടും സെയിം ആണ്. സോ 3 ഹേർട്സ് എന്ന് പറഞ്ഞാലും 3 CPS എന്ന് വെച്ചാലും സെയിം ആണ്. സോ 2π × 3.
സോ വി ഗെറ്റ് ദി വാല്യൂ ആസ് റേഡിയൻ പെർ സെക്കൻഡ്. ഒമേഗയുടെ വാല്യൂ 6 pi ഇൻറ്റു റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി മാക്സ് ആണെങ്കിൽ ആർ ഒമേഗ, ആർ അറിയാം, ഒമേഗ അറിയാം. സോ ഇവിടെ ഈ ഒമേഗയുടെ വാല്യൂവിനെ നമ്മൾ കൺവേർട്ട് ചെയ്യരുത് കേട്ടോ, വെലോസിറ്റി കാണാൻ നേരത്ത്. സോ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി. സിമിലറായിട്ട് ഒമേഗ സ്ക്വയർ ആർ ചെയ്യാൻ നേരത്ത് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ചെയ്യാൻ നേരത്ത് ആക്സലറേഷൻ്റെ വാല്യൂ കിട്ടും. സോ that is it. Again, next question number 5. A body is moving with SHM has velocities. അപ്പോൾ velocities, രണ്ട് velocities തന്നിട്ടുണ്ട് at 2 and 4 meter distance. So 2 meter distanceൽ velocity 10 meter per second ആണ്. അതുപോലെ 4 meter distanceൽ velocity 4 meter per second ആണ്. So the distance is measured from mean position. അതായത് എക്സിൻ്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. Find amplitude and time period. ടൈം പീരീഡും ആംപ്ലിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്യുക. സോ എക്സും വിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിയുടെ ഇക്വേഷൻസ് എന്തായിരുന്നു? നമുക്കറിയാം വിയുടെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിൽ വി 10 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? വി 10 ആണെങ്കിൽ എക്സ് 2. അതുപോലെ വി 4 ആണെങ്കിൽ എക്സ് 4. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അതായത് വെലോസിറ്റി 10 ആണെങ്കിൽ എക്സ് 2, വെലോസിറ്റി 4 ആണെങ്കിൽ എക്സ് 4. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ 10/4 അതായത് 1/2. ഈ ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഇക്വേഷനും ഇതിൻ്റെ രണ്ടിൻ്റെയും 1/2 എടുക്കുക. സോ 10/4, അതായത് ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനൊരു വാല്യൂ കിട്ടും. സോ ഈ റൂട്ട് കളയാനായിട്ട് രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്താൽ മതി. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. സോ ആ റൂട്ട് അങ്ങ് പോകും. ഇനി ഇക്വേഷൻസ്, അപ്പോൾ 10/4 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അതുപോലെ ഈ ഒമേഗ ക്യാൻസലായി പോകും. ഈ റൂട്ടും ഈ സ്ക്വയർ റൂട്ട് ടേമും പോകും. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് 2 സ്ക്വയറും ആർ സ്ക്വയർ മൈനസ് 4 സ്ക്വയറും ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആർ സ്ക്വയർ കിട്ടി. ആർ എന്തായിരിക്കും? റൂട്ട് ഓഫ് 18.28. സോ അത് 4.28 എന്ന വാല്യൂ കിട്ടും. സോ വി ഗെറ്റ് ദി വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ഫൈൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം പീരീഡ്. സോ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനി എന്താ വേണ്ടത്? ടൈം പീരീഡാണ് കിട്ടേണ്ടത്. ടൈം പീരീഡ് എന്ന് വെച്ചാൽ ടി പി. ടി പി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ടി പി ഈസ് ഈക്വൽ ടു 2π/ഒമേഗ. സോ അതിന് ഫസ്റ്റ് ഒമേഗയുടെ വാല്യൂ കിട്ടണം അല്ലേ. ടി പി കിട്ടണമെങ്കിൽ ഒമേഗയുടെ വാല്യൂ കിട്ടണം. ഒമേഗയുടെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഇക്വേഷനിൽ ആറ് കണ്ടുപിടിച്ചു, എക്സ് അറിയാം, വി അറിയാം. അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ കിട്ടുമല്ലോ. സോ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒമേഗയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒമേഗ അൺനോൺ ആണ്, ഒമേഗയുടെ വാല്യൂ കിട്ടും. റേഡിയൻ പെർ സെക്കൻഡിൽ ഒമേഗയുടെ വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒമേഗയ്ക്ക് പകരം 2.64 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ ടൈം പീരീഡ്. ക്ലിയർ അല്ലേ? So is this much things clear? Next, sixth question. The piston of an IC engine moves with a simple harmonic motion. The crank rotates at 420 rpm and stroke length is 40 cm. Find velocity and acceleration when it is at a distance of 10 cm from the mean position. സോ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് എക്സ് ആണ് മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. എന്തൊക്കെയാണ് വേറെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? അതായത് പിസ്റ്റൺ ക്രാങ്ക് പിസ്റ്റൺ ഒരു പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെത് എങ്ങനെയാണ്? ഇവിടെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, അതായത് ആ സ്പീഡ് തന്നിട്ടുണ്ട്. സോ സ്പീഡിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? സ്പീഡ് എൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഒമേഗ, എന്നും ഒമേഗ ആയിട്ടുള്ള റിലേഷൻ എന്താ? ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60. സോ എന്നിൻ്റെ വാല്യൂ 420. സോ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന
ഈ സ്പീഡ് ഓക്കെ ഈ ഒമേഗയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 2πn/60. സോ n അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ കൺവേർട്ട് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി ആൻസർ ഒമേഗയുടെ വാല്യൂ 43 എന്ന് കിട്ടും. ഇനി എന്താ വേണ്ടത്? സ്ട്രോക്ക് ലെങ്ത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്ട്രോക്ക് ലെങ്ത് 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ ദർ ഇസ് എ റിലേഷൻ ഫോർ ദി സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? ഈ പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൻ്റെ മെയിൻ പൊസിഷൻ അല്ലേ? ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ നേരത്ത്, അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഈ പിസ്റ്റൺ ഇങ്ങോട്ടും അതുപോലെ ഇങ്ങോട്ടും മൂവ് ചെയ്യും. സോ ഇത് നമുക്കൊരു ഓസിലേഷൻ ആയിട്ട് പറയാം. ഓക്കെ, അതായത് പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഈ ഒരു ടോട്ടൽ, അതായത് ഈ രണ്ട് എൻഡിലെയും പിസ്റ്റൻ്റെ ഡിസ്റ്റൻസ്, അതാണ് സ്ട്രോക്ക് ലെങ്ത്. ഓക്കെ, അത് ട്രാവേഴ്സ് ചെയ്യുന്ന ആ ലെങ്ത് ആണ് സ്ട്രോക്ക് ലെങ്ത്. സോ അത് 40 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഈ മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് എ അല്ലെങ്കിൽ ആർ. ആ വാല്യൂ എന്താണ്? ഇതിൻ്റെ ഹാഫ്, 40യുടെ ഹാഫ്, അതായത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ അല്ലേ? സോ L is equal to 2R. ഓക്കെ, L എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ്, R എന്ന് വെച്ചാൽ ഓക്കെ R എന്ന് പറയുമ്പോൾ എന്താ? R എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, അതായത് ഈ മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം ഇവിടം വരെയല്ലേ മൂവ് ചെയ്യുന്നത് അല്ലേ, ഈ രണ്ട് സൈഡിലും. സോ ഇതാണ് R. സോ L is equal to 2R. ഓക്കെ, L അപ്പോൾ 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ R എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? സോ ഇവിടുന്ന് സ്ട്രോക്ക് ലെങ്ത്തിൽ നിന്ന് നമുക്ക് റേഡിയസ് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു പൊസിഷനിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ അതിൻ്റെ ആ മെയിൻ പൊസിഷനിൽ നിന്നുള്ള എക്സ് വാല്യൂ എത്രയാണ്? എക്സ് 10 സെൻറ്റിമീറ്റർ ആണ്. സോ 10 സെൻറ്റിമീറ്റർ നമ്മൾ 0.1 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ദറ്റ് ഈസ് 1 മീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ അല്ലേ? സോ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? 10⁻², 10⁻² മീറ്റർ. ഓക്കെ, അപ്പോൾ 10 സെൻറ്റിമീറ്ററിന് 10 × 10⁻² എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? 0.1 മീറ്റർ എന്ന് കിട്ടും. ഇനി വെലോസിറ്റി ആൻഡ് ആക്സലറേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തിൻ്റെയാണ്? പിസ്റ്റൻ്റെ ആണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പിസ്റ്റൻ്റെ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. അപ്പോൾ പിസ്റ്റൻ്റെ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ × √R² - x². എക്സിൻ്റെ വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം, ഒമേഗയുടെ വാല്യൂ അറിയാം അല്ലേ? സോ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 6.2 എക്സ് അതുപോലെ ഒമേഗ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ആക്സലറേഷൻ ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ω² × R. സോറി, R അല്ല, ω² × x. ഓക്കെ, സോ എക്സ് എത്രയാണ്? 0.1 ω² × x. ക്ലിയർ അല്ലേ? Now next question is, a prismatic bar AB of weight W is resting on 2 rollers. ഓക്കെ, ഒരു ബാർ തന്നിട്ടുണ്ട്. സോ ഇത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയാം. സോ എ ബാർ AB. ഓക്കെ, AB എന്ന് പറഞ്ഞിട്ടൊരു ബാർ തന്നിട്ടുണ്ട്. ഈ ബാറിൻ്റെ വെയിറ്റ് W ആണ്. ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് CG, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ബാറിൻ്റെ 2 റോളേഴ്സ് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? So a prismatic bar AB of weight W is resting on 2 rollers rotating with equal angular velocity in opposite directions. Okay, so അവരുടെ ആംഗുലാർ വെലോസിറ്റീസ് ഈക്വൽ ആണ്. അതായത് ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഓപ്പോസിറ്റ് റൊട്ടേഷനാണ്, പക്ഷേ ഒമേഗയുടെ വാല്യൂ സെയിം ആണ്. If the bar is so placed on the roller that its center of gravity is displaced from the middle plane by a distance x. ഓക്കെ, അപ്പോൾ CG ഒരു x ഡിസ്റ്റൻസ് മാറിയാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഓക്കെ, x ഡിസ്റ്റൻസ് മാറിയാണ് അതിൻ്റെ, അതായത് ഈ ഒരു റോളർ. ഓക്കെ, ഈ റോളേഴ്സ് ഇവിടെ ഫിക്സ്ഡ് ആണ് അല്ലേ? ഈ റോളേഴ്സിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്?
2L. ഓക്കെ, അതായത് സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എല്ലും. ഓക്കെ, ഇനി ഈ സെൻറ്ററിൽ നിന്ന് CG എത്ര മാറിയാണ് ഇരിക്കുന്നത്? എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് CG ഉള്ളത്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ ആ ഒരു പൊസിഷനിലാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. Okay, so if the bar is so placed on the roller that its CG is displaced from the middle plane by a distance x, then released, show that the bar execute a simple harmonic motion. So നമുക്ക് ഈ ബാർ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കണം. ഓക്കെ, ഫൈൻഡ് ദ പീരീഡ് ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഇവിടെ ഈ ഒരു റോളറും ഈ ഒരു ബാറും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ആ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ തന്നിട്ടുണ്ട്, മ്യൂവിൻ്റെ വാല്യൂ ആൻഡ് ദി ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ട് ബാറും തമ്മിലുള്ള, അതായത് രണ്ട് റോളേഴ്സും തമ്മിലുള്ള CG, രണ്ട് റോളേഴ്സും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 2L. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത് SHM ആണെന്ന് കാണിക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം പീരീഡും കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ അപ്പോൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഫ്രിക്ഷൻ F1. ഓക്കെ, സോ ഇവിടെ ആയിട്ട് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലേ, ഇവിടെ രണ്ട് സ്ഥലത്തും. അപ്പോൾ ഫ്രിക്ഷൻ F1 ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R1, അതുപോലെ F2 ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R2. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നെറ്റ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ കാരണം ഇത് മൂവ് ചെയ്യുകയാണ്, അതായത് ഈ ബാറ് ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അത് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ A എന്ന് പറയാം. ഇതിൻ്റെ വെയിറ്റ് കാരണം ഇത് അങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, നെറ്റ് ഫോഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു, അതായത് ഡിഫറൻസ് ഇൻ ഫ്രിക്ഷൻ ഫോഴ്സും അതുപോലെ മാസും ആക്സിലറേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സാണ് ഉള്ളത്? ഫ്രിക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ആക്സിലറേഷനും. അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ആ ബാർ. ഓക്കെ, സോ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, വെയിറ്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ മാസ് എങ്ങനെ എഴുതാം? വെയിറ്റ് ബൈ G. ഓക്കെ, സോ W/G എന്ന് എഴുതാം, ഇത് A എന്നും എഴുതാം. ക്ലിയർ അല്ലേ? F1നും F2നും നമുക്ക് മ്യൂ R1ഉം മ്യൂ R2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ബേസ് ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി R1ഉം R2ഉം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ R1ഉം R2ഉം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? R1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ മൊമെൻ്റ് എടുക്കുക. ഓക്കെ, സോ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് R2ന് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസാണ് ഉള്ളത്? R1 ഉണ്ട്, അതുപോലെ തന്നെ ഓക്കെ W ഉണ്ട്. സോ R1ഉം ഉണ്ട്, അതുപോലെ W ഉണ്ട്. സോ എങ്ങനെ കിട്ടും? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ. സോ R1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R1 ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കാം. R1 പോസിറ്റീവായിട്ടും W എങ്ങനെയാണ്? W ഇങ്ങോട്ടല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ W ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ നെഗറ്റീവായിട്ടും വരും. അതപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും? ഓക്കെ, R1 ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്താണ്? R1 ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അത് 2L അല്ലേ. സോ R1 ഇൻറ്റു 2L മൈനസ് W ഇൻറ്റു ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ W ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് L ആണ്. ഓക്കെ, ഇത് എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? L മൈനസ് എക്സ്. ക്ലിയർ അല്ലേ? സോ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഓക്കെ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? L മൈനസ് എക്സ്. സോ W ഇൻറ്റു L മൈനസ് എക്സ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 0. സോ R2ലെ മൊമെൻറ്റ് 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അതായത് ഓക്കെ ഈ 0 നമ്മൾ മായ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ R1ൻ്റെ വാല്യൂ എന്ത് കിട്ടും? W ഇൻറ്റു L/X ഡിവൈഡഡ് ബൈ 2L. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ക്ലിയർ അല്ലേ? സോ R1 ഇൻറ്റു 2L ഇസ് ഈക്വൽ ടു W ഇൻറ്റു L മൈനസ് എക്സ്. അതായത് R1
ഇസ് ഈക്വൽ ടു W/2L ഇൻറ്റു L മൈനസ് എക്സ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സിമിലർലി നമ്മൾ R1-ന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. ഓക്കെ, R1-ന് എബൌട്ടായിട്ട്, അതായത് ഈ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. ഇവിടെ എന്തൊക്കെയുണ്ട്? R2 ഉണ്ട്, W ഉണ്ട്. R2 ആക്ട് ചെയ്യുന്നത് 2L ഡിസ്റ്റൻസിൽ. സോ R2 ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ R2 മൈനസ് R2 ഇൻറ്റു 2L, ഇത് ക്ലോക്ക് വൈസ് ആയിട്ടും, പ്ലസ് W ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇത് ടോട്ടൽ L, ഇത് എക്സ്. W ഇൻറ്റു L പ്ലസ് എക്സ്. ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു 0. സോ ഇത് ഓപ്പോസിറ്റ് സൈനാണ്, അതുകൊണ്ട് രണ്ടും ഈക്വൽ ആക്കാം. ഓക്കെ, സോ എങ്ങനെ എഴുതാൻ പറ്റും? R2 ഈസ് ഈക്വൽ ടു WL പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2L. ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? R2 ഈസ് ഈക്വൽ ടു W ഇൻറ്റു L പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2L. സോ R1ഉം R2ഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഫ്രിക്ഷൻ്റെ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, R1-ൻ്റെ R2-ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇതിൽ മ്യൂ നമുക്ക് പുറത്തെടുക്കാം കോമൺ ആയതുകൊണ്ട്. സോ R1ഉം R2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R1-ൻ്റെ വാല്യൂ, R2-ൻ്റെ വാല്യൂ. ഓക്കെ, ഇതിനും W/2L കോമൺ ആണ്, അത് പുറത്തെടുക്കാം. പിന്നെന്താണുള്ളത്? L മൈനസ് എക്സും L പ്ലസ് എക്സും. സോ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് L ഉം ക്യാൻസലാകും. സോ ഇവിടെ 2x എന്നാകും. ഓക്കെ, സോ ഇവിടെ എന്താവും? മൈനസ് 2x ഇൻറ്റു മ്യൂ ബൈ 2L. ഇവിടുത്തെ ഈ ഡബ്ല്യൂവും ക്യാൻസലായി. ഓക്കെ, സോ ഫൈനലി A ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? മൈനസ് മ്യൂ ജി എക്സ് ബൈ L. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. പക്ഷേ നമുക്കറിയാം ആക്സിലറേഷൻ ഓൾറെഡി ഉള്ള ഇക്വേഷൻ എന്താ? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് അല്ലേ? സോ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്യുക. സോ നമുക്ക് ആക്സലറേഷൻ സെയിം ആണ്, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഈക്വലായിട്ട് വരും. ക്ലിയർ അല്ലേ? സോ ഈ രണ്ട് ഇക്വേഷനും ഈക്വലായിട്ട് വരും. അത് ഈക്വലായിട്ട് വരാൻ നേരത്ത് എക്സും ക്യാൻസലായി പോവും, മൈനസും മൈനസും ക്യാൻസലായി പോവും. സോ നമുക്ക് എങ്ങനെ കിട്ടും? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ ജി ബൈ L എന്ന് കിട്ടും. ഓക്കെ, ദറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ജി ബൈ L. ക്വസ്റ്റ്യനിൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? 2π/ω. സോ 2π/ω തന്നിട്ടുണ്ട്. സോ 2π/ω എന്ന് ചെയ്യാൻ നേരത്ത് ഫൈനലി ആൻസർ എന്ത് കിട്ടും? 2π/റൂട്ട് ഓഫ് മ്യൂ ജി ബൈ L, അല്ലെങ്കിൽ 2π. സോ നമുക്ക് ഫൈനൽ ആൻസർ 2π റൂട്ട് ഓഫ് L ബൈ മ്യൂ ജി എന്ന് കിട്ടും. ഓക്കെ, ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ന്യൂമറിക്കൽസും അതുപോലെ തിയറിയും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, അതായത് ബാക്കി മൊഡ്യൂൾ 5-ലെ ബാക്കി ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ നോട്ട്സ്, PDF നോട്ട്സ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ, അതായത് യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങളതിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ലിങ്കിൽ നിങ്ങൾക്ക് PDF, ഇതിൻ്റെ PDF കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അതും കൂടെ നോക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. ദാറ്റ്സ് ഇറ്റ്.